രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചു അരുളണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കുന്ന നിൽക്കണമവർ വലഭാഗത്തിൽ. Mariam dile tok Yuhanon dam dong Henunavun lok pisone lo fain Saraham melain. നിന്മാതാവു വിശുദ്ധന്മാർ എന്നിവതൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ ഏകസുത വചനമതാംബ്രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമത ധൃതിരഹിത കാരുണ്യത മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനായി വിമലത ശുചിയൻ ഇവയുള്ള മഹിമാവിയേലും ദൈവജനത്രി കന്യകയം മറിയാമീന്നും ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാ മശീഹ നിജമൃതിയാ വിവർത്തൻ മൃതിയെ നേടിച്ചു നിഹനിച്ചോനെ അപരിപാവന തൃത്വൈവ സുപിതാവോടൊപ്പം ജീവനെഴും റുക്കുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക്
കുരിശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോ ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോൽ ജാതികളിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേയോ കൈക്കൊള്ളുവോ കൊക്കേഴും ഭാഗ്യവിധം അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാറക്കുമോ. ശ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളാരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നതെ ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ആരുടെയോ വെള്ളിയോ പൊണ്ണോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിന് എന്നോടും കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്യുന്ന പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. കപ്പലോളം അവനോട് കൂടെ വന്നവനെ യാത്രയച്ചു. ഹബീബായ് ബാറക്കുമോ. പൗലോസ്ലീഹാ ധന്യൻ ചൊൽ കേട്ടേ നീ ദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാദൂതൻ താനേൽക്കും സഭയുടെ ശാപം
പലതരമുപദേശങ്ങളവോ ദൈവത്തിനുപദേശം കൈക്കൊണ്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ആഹായ് ബാറക്കുമോ ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പെരുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ തന്നെ ചെയ്തത്. ആഹായ് ബാറക്കുമോ സ്തുതി ബലികളാണ് ചേരിടുവേ പ്രാകാരെ നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹാ മുൻപിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന്റെ ജീവനക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. യേശു തമ്പുരാൻ ഇപ്രകാരം അരുൾ ചെയ്തു: ഏത് നേരത്താണ് നിങ്ങളുടെ യജമാൻ വരുന്നതെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിപ്പീൻ. ഏത് യാമത്തിൽ കള്ളൻ വരുമെന്നറിയാമായിരുന്നുവെങ്കിൽ വീട്ടുടമസ്ഥൻ ജാഗ്രതയോടുകൂടിയിരിക്കുകയും തൻ്റെ വീട് കവർച്ച ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത നേരത്താകുമെന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ.
തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാണ്? യജമാനൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി ആ ദാസനെ നിയമിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടനായ ദാസൻ എൻ്റെ യജമാൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നേരത്തും യജമാനൻ വന്നവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരോടുകൂടെ ആക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. കരുണാബ്ദേ മശിഹാനാഥ തിരുരക്തത്താൽ വാങ്ങിയ സഭയിൽ ശ്രേഷ്ഠാചാര്യൻ തൻ സ്മൃതിധന്യം ബസേലിയോസിൻ പെരുന്നാൾ സ്വപ്രാർത്ഥനയിൽ സങ്കേതപ്പെട്ടോർക്കെല്ലാം വാഴ്വിനാകട്ടെ പ്രാർത്ഥന ഞങ്ങൾക്കവലംബം തൻ ബഹുമാനം വർദ്ധിച്ചിട കഷ്ടത ഞങ്ങൾക്കില്ലാതാക്കണമേ കർത്താവേ. സ്തോമൻകാലോ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്തു ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായിത്തീരണമേ. ഉത്തമനായ കർത്താവേ, നീ നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകുകയും സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. നിനക്ക് ദൈവീകമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബുക്കുലപുണ്യവുമോസോ ദുഹായാൽമേ. പാർക്കുമോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ചു മായിച്ച് നീക്കിക്കളയുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളാനുസലനത്തിൻ്റെ പാപങ്ങളും വായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളവേ
ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽപാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ചേ. കരുണയും മനസ്സരിയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കുമാറാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ച് കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ മേ. ഈറന്മാർക്കും മാലാകമാർക്കും അദൃശ്യനായിരിക്കുന്ന പിതാവാം ദൈവമേ, അതിനു മുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ ഏകപുത്രൻ്റെ മുമ്പാകെയും തൻ്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുമ്പാകെയും നിന്റെ ദൈവത്തിൽ ഘോഷിക്കുകയും വിശുദ്ധ ത്രിത്വം ആവസിക്കുകയും ചെയ്യുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ മേ. അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ബനാലോകന കാബേൽ ഹൂസോയോ ദുഖൗബേവൽ ശൂക്കോനോദ തോഹേ പത്രായി കുന്നോൽ മലവോലം വൽമീൻ. ഏനോ അബ്ദോമീലോ ആത്തോയോ ലാലോഖോ നേവിമാൻ കാദീസ് ആവോ കാദീശോ കാദീസ് ബ്രോ കാദീശോ കാദീസ് റൂഹോഗായോ കാദീശോ ദം കാദേശ് വിർമോദഘാത്തോയോ അവിടെ കാദുഹോയസ്
ഇസ്രാഹാമൽ വിശ്വാസാൻ നല്ല വിശ്വാസോ താപോഹാൻ താകാൻ മധുറാപോനാൻ മധുമൽപോനായി വധുകാനീതായി വധുകുലകോൻ നാനീതം ഹൈംനെ കാതീസ്തോ ഭത്രൈ കുന്നൽ മേല ഓലം വൽമേ പാറയ്ക്കുമോ ദിവ്യ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിനെ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ മറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്രീഹന്മാരും മാതൃസാരശൂരമായ ജീവനും വിശുദ്ധിയുമുള്ള കാതോലികവും ശ്ലൈഹികവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേലും സമയമീതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത ഇന്നിപ്പോ ശ്രേഷ്ഠാചാര്യർ അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേ കരുണയുടെയും അലിവിന്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥ സവിധസ്ഥരുമാ തമ്മിൽ നിയ
ക്കും സമയം അതിനാൽ സോദരരെ വരുവിൻ ഒരുപോൽക്കരുണയിരം സ്തവൻ കാലോ കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണം. മാളികയിൽ ശിഷ്യന്മാരോ ഉത്ഥാനത്തിൻ നാടുകളിൽ നാഥൻ കൽപ്പിച്ചായേവം ശ്ലോമോ പ്രിയരെ നിങ്ങളിലെ എന്നാളും രോഗാന്ത്യത്തോളം തന്നെ പറയ്ക്കുമോ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിനു ശേഷം കാരുണ്യവാനായ കർത്താവിനും ഭാഗനാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്ര ബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള വേഴ്ചയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. പറയ്ക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു.
പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധമായ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവെ അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ കാദീസ് പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസക്കിൻ കോയൻവമറി ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് ഭാവികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേദൽ മോലം വൽമീ. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് പാറേ തൻ്റെ പരിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തുകൊള്ളുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്ന പാപമോചനത്തെ തിരുനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു. വൽഹായേദൽ മോലം വൽമീ. ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എൻ്റെ മരണവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തു, കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ അവർക്ക് നൽകി. ദാമോ ദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി
നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മറക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഇരുളുന്ന പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയെ പൊരുന്നി ആവശ്യിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങൾക്കെല്ലാവരോടും സമാധാനവും ഞങ്ങളെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി ദയതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും ഉച്ചാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകണമേ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും ഉച്ചാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഈ കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാൻ ലവൽമീൻ. ഇന്ന് ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധമകളെ വെച്ചുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികന്മാരായ അബൂന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും അബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും അബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മൾ മേൽപ്പെട്ടക്കാരായ യുവനിപിതാക്കന്മാർക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മൗത്തവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതകളുടെ വായികൾ നീ അടച്ചേ മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. പറക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും
വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സൗരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഖമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും പീഡിതരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായി മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ മീൻ. ബാർക്കുമോർ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സലവർണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പെട്ടകാലം വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ മീൻ. ബാറക്കുമോർ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മൗത്തോളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിയസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാറിയൂഹാനോൻ മാംദാനായെയും ഷമ്മാഷന്മാരെ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്തോളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങൾ മരിച്ചുപോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ മീൻ. ബർക്കുമോർ ശ്ലേഖികം കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും കുസ്തുനാപോലീസിലും എപേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷ്ലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും ദീമോത്തിയോസും പീലക്സിനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും
പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം ദൈവമാതാവെന്ന സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തിൽ നടത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളെ ബാവ മറിയാക്കോബ് പ്രധാനായും മറപ്രേമും മറിയാക്കോബും മർസഹാക്കും മാർബാലായും ദുഃഖിതന്മാരുടെ തലവനായ മർബർസുവുമായും മോർ ഷമോൻ ദസ്തൂനെയും തിരഞ്ഞെടുക്കപ്പെട്ട മറബഹായും എൽദോ മോർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധരായ മോർ ഗ്രിഗോറിയോസും മോർ ദീവനാസിയോസുമായ ഞങ്ങളെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ ആ വിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാൻ ഇടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ അരിവുകളുടെയും സ്ഥലങ്ങളുടെ ഒടുവിനായിരിക്കുന്ന പിതാവാദിയുമേ, സത്യവിശ്വാസിൽ നിന്നോട് തിരുറാവച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നേർന്നവരായി ഈ പരിസുമത്മഹായിലും ഈ പള്ളിയിൽ നിന്ന് സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിലും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരിവളെ തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യന്മാരാക്കുവാനും നമ്മെ അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ നാട്ടുവസിച്ച് പറയണം. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂടിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവൻ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടാതെ അറിവോട് അറിവോടാതെ നിന്റെ തിരുമുൻപിൽ ഞങ്ങളുവാരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ പുനരുത്ഥാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ നീ അതിനർഹരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധവായോടും കൂടെ ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ലവൽ വരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകലതലമുറകൾ വരെയും ലോകാലോകളോളം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മുഖ്യാചാര്യാസന
കർത്താവിൻ വിളിയുള്ളോർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ഭാഗിച്ചു കൊടുത്താൻ ഭംഗ്യ ബാർക്കുമോ കുറിയിലായിസോ തന്നകമേ വാണിടുന്ന വീര്യം മൂലം ബാരക്കുമോ കുറിയിലായിസോ. കർത്താനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വാകളെ മധുരങ്ങളെ നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാൻ ദൈവമേ, എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പമെന്നും ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടപ്പെട്ടവരുടെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവം നഷ്ടം വരുത്തുന്ന സകലത്തെ ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പറക്കുമോ അണയ്ക്കപ്പെട്ട ഈ വിശ്വാസങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദഹവേ
വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കപ്പെടും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ ഭയത്തോടും വിറയിലോടും നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നിയണമേ, അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന പരിശുദ്ധനായ കപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനിരിക്കുന്നതുമായ സ്ഥലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധവുമായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതർനാമായിടുവാൻ ആയുഷ്കാരെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ ശാശ്വതരാജേ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാർ എന്നീവരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേടും മോറിയോറാഹി നിന്നാസ്തുതിയോട് രാജമകൾ നിൻബലമായി രാജഭാമിനിയോ നിന്നഴകർശൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ജനമോർക്കായ പിതൃഗൃഹം ബാരക്കുമോ ശുഭകോലാപോലപുറോ വൽറുഹോ കാദീശോ ഭക്തർ പുകഴ്ചാഭാജനമേ നിരുദിച്ചു പ്രേകസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാത്തൻ പക്കലപേക്ഷണം സ്തോമൻ കാലോസ് കുറിയായിസോ മറിയാമിൻ സ്മരണ തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനുകൂട ബാരക്കുമോ ശുഭകോലാപോലപുറോ വൽറുഹോ കാദീശോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോരാഹി മേലയിലോ
മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൽ വടികളയും മായ്ച്ചിടേണം. നയവാൻ വന പോലെ തളിർത്തിടുമേ ഹാലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ പോ. വൃദ്ധയും അവരിട്ടു നടച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ബോല പുറോ വലറൂഹോ കാദീശോ. ഓരം വാദാമുൽവോലം ഉൽമീനാമി. ഒരു പോലിങ്ങും മാർത്തോ മാമാസേപ്പാനോ സഹദാ. ഉണ്ടമേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർക്കായി സൗമൻകാരം സ്തുതിയേലായിസോ. പ്രാർത്ഥനയേൻ സമയമിതല്ലോ മോർ ഗ്രിഗോറിയോ. പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോത്ര കൈവാഴേണം ബാറക്കുമോ. ബോല പുറോ വലറൂഹോ കാദീശോ. നിന്നെ വരേച്ചൊരു താരനും മോർദിവന്നാസ്യോ. നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടിച്ചൂടിടുന്ന റൂഹാവന്യൻ. നിൻ പ്രാർത്ഥന കൃപയേറ്റത്തിൽ ഞങ്ങൾക്കെന്നും പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവേ. അടികളയും തൻ കോപത്തിൻ ആകാശത്തെയും ക്ഷേമാപൂർവ്വ കാദീശോഹാദാലോകശാലീനോ. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, സഹോദര മെത്രാപ്പൊലിത്തന്മാരെ, വന്നിയ കോറെപ്പിസ്കോപ്പന്മാരെ, റമ്പാച്ചന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദേശവാസികളെ, ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഈ പരിശുദ്ധ ദിദിമോസ് ബാബ തിരുമേനിയുടെ ഓർമ്മ ദിവസത്തിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ബാബ തിരുമേനി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും അല്പസമയം തിരുമേനിയെക്കുറിച്ച് അനുസ്മരിച്ച് സംസാരിക്കുവാനും കിട്ടിയ അവസരം ഒരു വലിയ ഭാഗ്യമായും ഒരു പ്രത്യേക അനുഭവമായിട്ടും ഞാൻ കാണുന്നു എന്നുള്ളത് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ദീർഘമായി സംസാരിക്കുന്നത് ഉചിതമല്ല എന്നറിയാം. സഭയുടെ ശ്രേഷ്ഠ മേലധ്യക്ഷനായി ചുരുങ്ങിയ കാലമേ കഴിച്ചു കൂട്ടിയുള്ളൂ. ഒരു 5 വർഷത്തിൽ അവിടെ അടുത്ത് മാത്രമേ ഉള്ളൂ. എങ്കിലും ഒരു 50 വർഷത്തെ സഭാ ശുശ്രൂഷ കാതോലിക്കായിട്ട് ചെയ്തു തന്നെയാണ് നമ്മുടെ അനുഭവം. അദ്ദേഹത്തെ എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുവാൻ സാധിച്ചത് ഈ ദേറായിൽ വെച്ചാണ്. ഞാൻ ബി.എഡിന് പഠിക്കാൻ വരുന്ന സമയത്ത് അന്നൊരു
ഹെഡ് മാസ്റ്ററായിട്ടും ഒരു അധ്യാപകനായിട്ടും ഇരിക്കുന്ന കാലമാണ് CT തോമസ് അച്ഛൻ. അന്ന് ഞങ്ങൾ എൻ്റെ കൂടെ പഠിച്ച ആളാണ് PT തോമസ് കോർപ്പിസ്കാപ്പ വയലൂർക്കത്ത് അച്ഛന്. അങ്ങനെ പലരുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഷമ്മാശന്മാരായിരുന്നു. ആ കാലത്താണ് ഇത്ര ഏറെ ശിക്ഷണ പാഠവമുള്ള അല്ലെങ്കിൽ ശിക്ഷണ ശ്രേഷ്ഠതയുള്ള ഒരു അധ്യാപകനെയും ഹെഡ്മാസ്റ്ററെയും പരിചയപ്പെടുവാൻ സാധിക്കുന്നത്. അതൊന്നും വിവരിക്കുവാൻ ഉള്ള രംഗമല്ല ഇതെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ പത്തനാപുരത്തുള്ള ദേറാംഗങ്ങളോടോ സിസ്റ്റേഴ്സിനോടോ ഹൈസ്കൂളിലെ അധ്യാപകരോടോ വിദ്യാർത്ഥികളോടോ ഒന്നും ഞാൻ പറയേണ്ട വിഷയമല്ല, അത് അനുഭവത്തിലുള്ളതാണെന്നുള്ളത്. അതുകൊണ്ട് ആ ഭാഗമൊന്നും വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് എനിക്ക് അടുത്ത് പരിചയമുള്ളത്, ഞാൻ സുൽത്താൻ ബത്തേരി ഭദ്രാസന മെത്രാപ്പൊലീത്തായി ചുമതലയെടുക്കുമ്പോൾ ആ ഭദ്രാസനം സഭയ്ക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ച വലിയ മഹാപുരോഹിതൻ ആണെന്നുള്ളതാണ്. ആ പരിചയവും ബന്ധവുമാണ്. ആ ബന്ധത്തിന് ഒത്തിരി ആഴമുണ്ട്, പരപ്പുണ്ട്, അതിനൊത്തിരി അർത്ഥവുമുണ്ട്. അദ്ദേഹം മലബാറിൻ്റെ മലമടക്കുകളിൽ കഠിനമായ തണുപ്പും കോഴിക്കോടിൻ്റെ ചൂടും അനുഭവിച്ച് കഴിഞ്ഞ ഒരു 40-ലധികം വർഷം. അതിൽ അദ്ദേഹം ഇവിടെ നിന്ന് ആ ഭദ്രാസന ചുമതല എടുക്കുവാൻ പോകുന്ന 1966 ശേഷം 67-ലാണ്. ഞാനവിടെ ചെല്ലുന്ന 1991-ലാണ്. അന്ന് സുൽത്താൻ ബത്തേരി ഭദ്രാസനം വിഭജിക്കപ്പെട്ട് എന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ അവസ്ഥ ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ 20 വർഷം മുമ്പ് അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലുമേഞ്ഞ പള്ളികൾ, ഓലമേഞ്ഞ പള്ളികൾ, അങ്ങുമിങ്ങും ഓടിട്ട പള്ളികൾ മലബാറിലും ബത്തേരിയിലുമുള്ള അവസ്ഥയാണ് അതാണെന്നുള്ളതാണ്. പരിശുദ്ധ തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചോ ഇടവക ഭരണത്തെക്കുറിച്ചോ വൈദിക വൃത്തിയെക്കുറിച്ചോ സന്യാസ ചര്യയെക്കുറിച്ചോ ഒന്നും സംസാരിച്ച് മനസ്സിലാക്കണമെങ്കിൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് നേരിട്ട് അനുഭവമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാതിരാത്രിയിലെ പ്രാർത്ഥനയുടെ ആ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു വൈദികൻ വളരെ നിറഞ്ഞ കണ്ണുകളോടുകൂടെ സംതൃപ്തിയുള്ള ഹൃദയത്തോടുകൂടെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാനത് ഓർക്കുകയുണ്ടായി. ഞാനതുപോലെ രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. പാതിരാത്രിയിലെ പ്രാർത്ഥന ചിലപ്പോൾ നെടുവെങ്ങാരും അവിടെ നിലത്ത് കിടക്കും, ചിലപ്പോൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിലെ 2 പ്രധാന വിഷയങ്ങൾ: തമ്പുരാനെ ഈ സഭയെ കാത്തുകൊള്ളണമേ. പിന്നത്തെ പ്രാർത്ഥന, എൻ്റെ പട്ടക്കാരെ സംരക്ഷിച്ചു കൊള്ളണമേ. എത്ര ആഴമായ, എത്ര ആശയമുള്ള, എത്ര ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയാണെന്നുള്ളതാണ്. സഭയ്ക്ക് വേണ്ടിയിട്ടും പട്ടക്കാർക്ക് വേണ്ടിയിട്ടും ജനത്തിന് വേണ്ടിയിട്ടും പാതിരാത്രിയുടെ യാമങ്ങളിൽ മുട്ടുകുത്തി നിന്ന് അല്ലെങ്കിൽ നിലത്ത് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. അത് പട്ടക്കാരെ എങ്ങനെ സംരക്ഷിച്ചു, എങ്ങനെ സൂക്ഷിച്ചു, എങ്ങനെ അവരെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. മലബാറിലെ വൈദികരുടെ ശിക്ഷണം അതെനിക്ക് വളരെ സൗകര്യമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ശിക്ഷണത്തിൽ വന്ന വൈദികരാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൻ്റെ ഭരണം നിർവഹിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. പോകട്ടെ, ഈ പരിശുദ്ധ തിരുമേനി ഈ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഈ മലബാർ ദേശത്ത് ചെല്ലുമ്പോൾ, 2ാം ലോകമഹായുദ്ധത്തിൻ്റെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളിൽ നിന്ന് അനേകർ മലബാറിലേക്ക് നടത്തിയ കുടിയേറ്റത്തിൻ്റെ ഒരു സമയമാണ്. മൂവാറ്റുപുഴ, കോതമംഗലം, കോലഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ക്രൈസ്തവർ വയനാട്ടിലും മലബാറിലും ചെന്നുപറ്റി.
പട്ടിണിയും പരിവട്ടവും പിടിമുറുക്കിയ ഒരു കാലമാണത്. കാടിനോടും കാട്ടാനകളോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. ഇന്ന് ഇവിടെ ഇത് പ്രസംഗിച്ചാൽ വലുതായിട്ടൊന്നും മനസ്സിലാകും. പക്ഷേ ഒരു 50 കൊല്ലമോ 60 കൊല്ലമോ പരിശുദ്ധ ഭാഗ്യസ്മരണാർഹനായ തോമാമാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ വന്ന കാലം ഏകദേശം ഇതിനോട് സാമ്യമുള്ളതാണ്. അങ്ങനെ അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ ആ അനുഭവത്തിൽ നിന്നാണ് ദേറാ ജീവിതത്തിൻ്റെ കറ തീർന്ന ഒരു ശൈലിയിൽ ജീവിച്ച് അവിടേക്ക് വരുന്നത്. അതേ സഭയ്ക്കും സമൂഹത്തിനും ഭദ്രാസനത്തിനും ഒക്കെ ഏറെ പ്രയോജനമായിരുന്നു എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. തമ്പുരാൻ കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം അവരെ പ്രത്യാശയോടെ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചു. കഠിനാധ്വാനികളായ അവർക്കുണ്ടായിരുന്ന അദമ്യമായ ഭക്തിയും സ്നേഹവും ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. സഭയും സഭാജീവിതവുമൊക്കെ സൗകര്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസൃതമായി പരിഷ്കാരങ്ങൾക്ക് വിധേയമായി ആക്കുമ്പോൾ മലബാറിലെ, പ്രത്യേകിച്ച് വയനാട്ടിലെ ഓർത്തഡോക്സുകാർ നയിക്കുന്ന ക്രിസ്തീയ ജീവിതം ഏറെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടെ കാണേണ്ടതുണ്ട്. എനിക്ക് വയനാടിനോട് കൂടുതൽ ബന്ധമുള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാൻ അടുത്തിടെ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നൊരു ഭാഗമാണ് വായിച്ചത്. തിരുമേനിയും വയനാടും കൊണ്ട ബന്ധം, പത്തനാപുരമായിട്ടുള്ള ബന്ധം ഞാൻ സംസാരിക്കേണ്ടതില്ല. മറ്റുള്ളവർക്കും അതവിധത്തിൽ അനുഭവമാണ്. ഇങ്ങനെ ഒരു വലിയ മെത്രാപ്പൊലീത്തമായിട്ട് ആ ദേശത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഗ്യസ്മരണാർഹനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഇടംകൈയും വലംകൈയും അറിയാൻ പാടില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ നടന്ന് പ്രവർത്തിച്ച ഒരു കാലമാണ്. അതിനുശേഷമാണ് ഇദ്ദേഹം ഒരു അംബാസഡർ കാറിൽ യാത്ര ചെയ്യുന്നത്. പുത്തനാപുരം നിന്ന് കോഴിക്കോട്ടേക്ക് ഏകദേശം 460 കിലോമീറ്ററുണ്ട്. ബത്തേരിക്ക് ഏകദേശം 90 കിലോമീറ്ററും കൂടെയുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം 20 വർഷം കഴിഞ്ഞാണ്. ഇങ്ങനെ പോകുന്ന യാത്ര എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അച്ഛനായിരുന്നപ്പോൾ കണ്ടിട്ടുള്ളതാണ്, പിന്നീട് മെത്രാച്ചനായപ്പോഴും കാണാനിടയായി. അംബാസഡർ കാറാണ്, പിന്നീടുള്ള കാറ് അതിൽ കൂടിയ കാറായിരിക്കാം. കാറിലൊരു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു ഫോട്ടോയും ഗീവർഗീസ് സഹദായുടെയും ഒരു ഫോട്ടോയും ഒരു കൂശ നിറച്ച് വെള്ളവും തിരികെ വെച്ചിട്ട് അവിടെ വെച്ച് മറ്റ് മറിഞ്ഞു പോകാതിരിക്കാൻ മറ്റ് സൗകര്യമൊന്നുമില്ല. ഇന്നത്തെ കാറിൽ സൂക്ഷിക്കുന്ന പ്രത്യേക വസ്തുക്കളാണ് ദാഹത്തിന് വെള്ളം കുടിക്കാൻ. പിന്നെ യാത്രയിലുള്ള അനുഭവം പിന്നീട് എനിക്ക് നേരിട്ട് അനുഭവിക്കാനും സാധിച്ചെന്നുള്ളതാണ്. നല്ല ചൂട് ദോശ വലിയ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാം, മലബാറുകാർക്കെല്ലാം അറിയാം. അത് കിട്ടുന്നിടത്ത് മാത്രമേ വണ്ടി നിർത്തുകയുള്ളൂ. ഒരിക്കലും ഞാനും തിരുമേനിയും കൂടെ ഒരിടത്ത് കയറേണ്ടി വന്നു. ഞങ്ങൾ സാധാരണ കയറുന്ന യാത്രയിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്ന കൊരട്ടിക്കടുത്തൊരു സ്ഥലമുണ്ട്, പെട്രോൾ പമ്പ്. അവിടെ ചെന്നപ്പോൾ ഞാൻ കയറിയപ്പോൾ തിരുമേനി അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുക്കപ്പെട്ട സ്ഥലമുണ്ട്. എന്നോട് പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ കയറി ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചവിടെ ഭക്ഷണം കഴിച്ചു. ഞാനിത് പറഞ്ഞത് ഒരു 40 വർഷം ഈ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒന്നും തന്നെ മലബാറിലില്ല. മലബാറിൽ ഒരു വൈദികനോ ഒരു മെത്രാപ്പൊലീത്തായിക്കോ ലഭിക്കുന്നത് പെരുന്നാൾ ദിവസം വയനാടായതുകൊണ്ട് കൃഷി ചെയ്യുന്നവരായതുകൊണ്ട് അല്പം അരിയോ അതുപോലെയുള്ള സാധനങ്ങളോ ലഭിച്ചെന്ന് വരാം. തിരുമനസ്സുകൊണ്ട് അത് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ദേറായിൽ നിന്ന് കരുതി പോകുമായിരുന്നു എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കിട്ടുന്നതൊന്നും വേണ്ടാന്ന് പറയരുത്, അത് പള്ളിക്കാർ സന്തോഷത്തോടുകൂടെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് തരുന്നത്, അത് വാങ്ങിച്ച് അനുഭവിച്ചുകൊള്ളണമെന്ന് പറയുകയുണ്ടായി. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഈ കഷ്ടപ്പാടുകളൊക്കെ ഇന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇന്നത്തെ വൈദികർക്ക് മനസ്സിലാകത്തില്ല, ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഈ മലബാറിൻ്റെ വഴക്കുകളിൽ വിശ്വാസികളുടെ ജീവിതചര്യയോട് ചേർന്ന്
അവരെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തുവാനും അവർക്കാവശ്യമായ ആത്മീയവും ഭൗതികമായ എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം കഠിനാധ്വാനം ചെയ്ത് ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ജീവിതം ചെലവഴിച്ച ഒരു വലിയ പിതാവായിരുന്നു ദിദിമോസ് ബാവ. തീമോത്തിയോസ് തിരുമേനി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എല്ലാവർക്കും പരിചിതമാകുന്നത്. ആ തീമോത്തിയോസ് തിരുമേനി അങ്ങനെ കഴിച്ചുകൂട്ടിയ കാലം എത്രയേറെ അനുഗ്രഹകരമായിരുന്നു. ഇന്നതിൻ്റെ ഫലം അനുഭവിക്കുന്ന മലബാർ ഭദ്രാസനവും സുൽത്താൻ ബത്തേരി ഭദ്രാസനവും എത്ര പറഞ്ഞാലും തീരാത്ത ഔന്നത്യത്തിൻ്റെയും അന്യാദൃശ ഗുണങ്ങളുടെയും ഉടമയായിരുന്നു പരിശുദ്ധ തിരുമേനി. മലങ്കര സഭയിലെ മേൽപ്പട്ടക്കാരിൽ ഉന്നത ശീർഷനും മൗണ്ട് താബോറിൻ്റെ സ്ഥാപകനുമായിരുന്ന തോമാമാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ ശിക്ഷണത്തിലും നേതൃത്വത്തിലും പരിവാകപ്പെട്ടതിനാൽ മഹാപൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ശ്രേഷ്ഠതയും ഔന്നത്യതയും നല്ലതുവണ്ണം തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. തീമോത്തിയോസ് തിരുമേനിയുടെ ജീവിതവും പെരുമാറ്റവും ആരാധനാശീലങ്ങളും എല്ലാം തദനുസൃതമായിരുന്നു. എല്ലാ കാലത്തും ഭാരതഖണ്ഡത്തിലെ ഋഷീശ്വരന്മാരായ താപസ ശ്രേഷ്ഠരുടെ പിൻഗാമികളുടെ ഗണത്തിലാണ് പരിശുദ്ധ പരുമല തിരുമേനിയും ഈ നൂറ്റാണ്ടിൽ ജീവിച്ച പരിശുദ്ധ ദിദിമോസ് ബാവായും എന്നുള്ളതിന് സംശയമില്ല. ഈ ദേറായുടെ ആദ്യകാല ചരിത്രവും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. തോമാമാർ ദിവന്നാസ്യോസ് തിരുമനസ് കൊണ്ട് ഇവിടെ വന്ന കാലം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രിതനായെന്ന് പറഞ്ഞാൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ടാണ്. അന്നു മുതൽ അദ്ദേഹത്തോടുള്ള ബഹുമാനവും അദ്ദേഹത്തോടുള്ള ഭക്തിയും അതിനനുസൃതമായി ഈ തിരുമേനി ഈ ഭദ്രാസനം നൽകി എന്നെ ആ വിധത്തിൽ അനുഗ്രഹിച്ചതുമൊക്കെ ഞാൻ രംഗങ്ങൾ ഓർക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അജപാലന ദൗത്യം എന്താണെന്ന് വളരെ ഒരു സാധനപാഠമായി പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ഇന്നത്തെ വൈദികർക്കും ഇന്നത്തെ സഭാ ശുശ്രൂഷകർക്കും എല്ലാം കാണിച്ചു കൊടുത്ത ഒരു പരിശുദ്ധ പിതാവാണ് ദിദിമോസ് ബാവ എന്നുള്ളതിന് സംശയമില്ല. അതിൻ്റെ എല്ലാ അർത്ഥത്തോടും പൂർണ്ണതയോടും പ്രാവർത്തികമാക്കിയ തീമോത്തിയോസ് തിരുമേനിയുടെ കർമ്മകുശലത നേരിട്ടറിഞ്ഞവരും ഏറ്റുവാങ്ങിയവരുമാണ് ഉത്തര കേരളത്തിലെ സഭാവിശ്വാസികൾ. തീമോത്തിയോസ് തിരുമേനിയുടെ അനന്യസാധാരണമായ ജീവിത വിശുദ്ധിയും പരിശുദ്ധ സഭയെക്കുറിച്ചുള്ള ദർശനവും സഭാസ്നേഹവും എല്ലാം നേരിൽ കണ്ടറിഞ്ഞവരാണ് സുൽത്താൻ ബത്തേരിയിലെയും മലബാർ ഭദ്രാസനിലെയും ആളുകൾ. ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പരിശുദ്ധ ദിദിമോസ് ബാവ എന്നതിനാൽ തന്നെ ആ മുഖത്തെ സൗമ്യതയും തേജസ്സും ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവവും അനുഭൂതിയുമാണ്. വിശുദ്ധ ജീവിതം നയിച്ച് സ്വാഭാവിക മരണം പ്രാപിച്ച ദേറാക്കാരായ വിശുദ്ധന്മാരുടെ ഗണത്തിലാണ് ആ പുണ്യപിതാവിൻ്റെ സ്ഥാനം. ആ ജീവിതത്തെ കണ്ടറിയുമ്പോൾ തൊട്ടറിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും ജലധാരകൾ അനവരതമായി നമ്മിലേക്ക് ഒഴുകിയെത്തുകയും അതിലൂടെ നാമും വിശുദ്ധിയുടെ പാതകളിലേക്കും അടിവെച്ച് അടുക്കുകയും ചെയ്യും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. വ്രതപരിപാലനം പരിശുദ്ധ തിരുമേനിയുടെ ജീവിത ദർശനമായിരുന്നു എന്നതും ഏവരും അറിയുന്ന വസ്തുതയാണ്. ഉപവാസവും വ്രതാനുഷ്ഠാനങ്ങളും ആ ജീവിത ശരിയെ പ്രോജ്വലമാക്കി ബ്രഹ്മമുഹൂർത്തത്തിൽ ആരംഭിക്കുന്ന പ്രാർത്ഥനകളും മനനങ്ങളും പഠനങ്ങളും രാവേറെയാകുവോളം ദീർഘിച്ചിരുന്നു. രഹസ്യ പ്രാർത്ഥനകളും ധ്യാനചിന്തകളും ഭരണകാര്യ അന്വേഷണങ്ങളും വളരെ ശ്രേഷ്ഠമായ നിലയിൽ നിർവഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ വിധത്തിലുള്ള മാതൃകാ ജീവിതം നയിച്ച പരിശുദ്ധ ദിദിമോസ് ബാവ തിരുമേനിയെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ഇത് നമ്മിലേക്ക് എങ്ങനെ പകർത്തിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതുപോലെയുള്ള രംഗങ്ങളിൽ ഇങ്ങനെ കൂടി വരുമ്പോൾ, ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്.
എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയും ഔന്നത്യവും എല്ലാം അറിഞ്ഞിരുന്ന തിരുമേനി ജീവിതവും പെരുമാറ്റവും എക്കാലത്തും തദനുസൃതം മാത്രമായിരുന്നു. പൗരസ്ത്യ പാരമ്പര്യത്തിലെ പ്രാർത്ഥിക്കുന്നവനാണ് വേദശാസ്ത്രജ്ഞൻ എന്ന വാക്കുകൾ അന്വർത്ഥമാക്കിയ പിതാവാണ് പരിശുദ്ധ ദിദിമോസ് ബാബാ തിരുമേനി. വേദശാസ്ത്രത്തിന് വലിയ പഠിത്തത്തെക്കാൾ കൂടുതൽ ആവശ്യം പ്രാർത്ഥനയും ദൈവസാമീപ്യത്തെക്കുറിച്ചുള്ള ബോധ്യവുമാണ്. അങ്ങനെയുള്ള ബോധ്യമുണ്ടെങ്കിൽ ഈ ജനത്തെ നയിക്കുവാൻ ശക്തി വേറെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ജനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ തക്കമുള്ള ഒരാത്മാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന ശൈലി പ്രദാനം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടതെന്ന് സംശയമില്ല. അങ്ങനെ മലബാറിലേക്കും വയനാട്ടിലേക്കുമുള്ള ഒരു രംഗത്തിൽ നിന്ന് കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയ 5 വർഷം കൊണ്ട് ഈ സഭയിൽ ചലനമുണ്ടാക്കിയ അനേക സംഭവങ്ങളാണ്. 14 മെത്രാപ്പൊലിത്തന്മാരെ വാഴിച്ച് ഈ സഭയെ ധന്യമാക്കിയ പരിശുദ്ധ ബാബാ തിരുമനസിലെ വലിയ ശ്രേഷ്ഠ ഭാഗ്യം തന്നെയാണ്. അത് ഒരു ഭാഗ്യമായിരുന്നു എന്നുള്ളത് സംശയമില്ല. മാർത്തോമ്മ പൈതൃകത്തിൽ ഉറച്ച ഭാരത ക്രൈസ്തവ സഭയിലെ ആധ്യാത്മിക ആചാര്യനും ഗുരുവും പരിശുദ്ധനുമായിരുന്ന തിരുമേനി മാവേലിക്കരയിൽ ജനിച്ച് പത്തനാപുരത്ത് വളർന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിൽ പരിശീലനം നേടിയ സ്മര്യപുരുഷൻ, പൗരസ്ത്യ പാരമ്പര്യം ശീലിച്ച സഭാപിതാക്കന്മാരുടെ ഗണത്തിൽ പ്രത്യേകം സ്മരണീയനാണ്. ഈ പുണ്യപിതാവ് ദൈവിക പാതകളെ പിൻചെന്ന് നമുക്കായി കർത്തൃസന്നിധിയിൽ കരയേറ്റുന്ന മധ്യസ്ഥതയിലൂടെ ആത്മീയ നിറവുള്ളവരായി പ്രാർത്ഥനയോടും ഉപവാസത്തോടും സ്നേഹത്തോടും കരുതലോടും കൂടെ നമുക്കും ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്നതിനായി പരിശുദ്ധ ബാബാ തിരുമനസിനോടുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവരും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുകയും കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ സ്വഭോല പുറോ വലറൂഹോ കാദീശോ താലേ നിൻ കൃപയിൽ ജീവാസ്വരമതുണർത്തണമേ രക്ഷകനെ ഭക്ഷിച്ചും നിലേറും രക്തകാസപാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും നവരിൽ കാന്തി പാർക്കുമോ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മേലാഘോഷിതനായി കൊമ്പിൽ നാദം കേട്ടേ അങ്കിയണേ മരവദനയരെ കർത്താവേ കള്ളരു കെട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി വരി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. ബാറക്കുമോ ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാവുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസിയാകുന്ന പാനീയത്താൽ
ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുരസീതാ രക്തങ്ങൾ കൈക്കൊള്ളും നോറിൽ വാസം ചെയ്യും ഞാൻ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. പരിഹാരം നേടി നിശ്ചയമായി പ്രാപിക്കും ഞങ്ങൾ. രക്തങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറകൾ വരെ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഉയർപ്പിനും ഞങ്ങളുടെ പുതുക്കത്തിനുമായിട്ട് വരുമാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ഉണ്ടാക്കുന്നതിൻ്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ വേദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവെ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത്ത് കൈ നീട്ടി ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുവൻപാകെയുള്ള മുഖപ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനെന്ന് പറ്റിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വഹിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെടുവാൻ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും
രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്യണമലിവാ. കൃപ ചെയ്യണമോ തരമരുളി. കൃപ ചെയ്യണമേ നിനക്കു സ്തുതി. ായുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങൾ പഠിച്ചു വന്നതായ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു തന്നതായ പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ. മൃതർതൽ ഉയർപ്പും നീ തന്നെ. ദൈവമേ, സാധാരണ ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്ന വാകളെ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവൻ്റെ കൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ വകുല സുബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മാർക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന മശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വയ്ക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമേ. സഭയുടെ വ്യക്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്യ. ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപദയാക്കിനർ കോറോയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്കാം. ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു. മാനുഷനന്ദനായോരുടയോൻ ശ്രേഷ്ഠാചാര്യ, സഭയെ സേവിച്ച ജപാലകനായി ഉലകം വീട്ടോർ മോർബസേലിയോസ് ദിദിമോസ് പ്രഥമനെ ഓർക്കണമേ നിൻ വാനവബലിയിൽ. നാഥസവിധി ഉൾപ്രാ
വന്ദന മിശ്രേ സഹോദരങ്ങൾ വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരിമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമസ്ലിയുമായാൽ രക്ഷിക്കപ്പെട്ടവരും ശുദ്ധ മാമോദീസാ കൂശുമായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീന മഹാപാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയെ കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുകയും എന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാ.